ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊന്ന് പുറത്തു പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പരിപാടി ഉണ്ട്. എൻ്റെ ആധാർ ഒന്ന് പുതുക്കണം. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് നമ്മൾ വിചാരിച്ചൊന്നുമല്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മയാണിത്. നമ്മൾ മക്കളെയൊക്കെ സ്കൂളിലൊക്കെ അയച്ചിട്ട് രാവിലത്തെ നാസ്തിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു 11:30 മണി 12 ആ ഒരു സമയത്ത് ചോറൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സിറ്റി സെൻറ്ററിൽ ആണ് പിന്നെ ആധാറിൻ്റെ ആ ഒരു സ്ഥലം. നമുക്ക് അത്ര വലിയ പരിചയമില്ല. അവിടേക്ക് മാറിയിട്ട് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ കറങ്ങി തിരിഞ്ഞ് കുറേ പരതി മേലെയും താഴെയെല്ലാമായിട്ട് കുറേ പോയി. എന്നിട്ട് നമ്മളങ്ങനെ സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ എത്തി. അത്ര വലിയ റഷൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 1-2 ആൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അതൊക്കെ ശരിയായി ഫില്ലപ്പ് ചെയ്തു. ഇനി അവർ വീട്ടിലേക്ക് ആധാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആധാറൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മാസമൊക്കെ ആയി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടെ തന്നെ ഒരു ചെറിയൊരു ഫാമിലി മാർട്ട് നാട്ടിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. നമ്മൾ പണ്ടൊക്കെ കൂടെ വരുത്തുണ്ടായിരുന്നു. ഇപ്പം കുറേ ആയി വരാത്ത. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സാധനങ്ങൾ അല്ലറ ചില്ലറ കുട്ടികൾക്ക് ജാമും ബിസ്ക്കറ്റും അങ്ങനത്തെ എല്ലാം വാങ്ങാനുണ്ടായി. അപ്പോൾ അതും അങ്ങനത്തെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കയറി. പിന്നെ ഈ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് ഞാൻ വെച്ച് കുറച്ച് ഓട്സ് എല്ലാം തിന്നാം. ചോറ് ഞാൻ അങ്ങനെ കഴിക്കില്ല. അങ്ങനെ കുറച്ച് ഓട്സും അങ്ങനെ കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കയറി. പിന്നെ കസ്റ്റർഡ് ഓർഡറൊക്കെ തീർന്നിരിക്കുകയാണ്. കസ്റ്റർഡിൻ്റെ സാധനങ്ങളൊന്നും ആക്കാത്ത തന്നെ കുറേ കാലമായി. അങ്ങനെ കുറച്ച് കസ്റ്റർഡും മാഗിയൊക്കെ. പിന്നെ എൻ്റെ ഉമ്മ പിന്നെ ഇങ്ങനത്തെ എല്ലാം തപ്പുന്നുണ്ട്. മാറ്റും അതും ഇതല്ല. പിന്നെ മൂപ്പരെ കാണാനേ ഇല്ല. കുറേ അങ്ങോട്ടേക്ക് പോയപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുന്നു. ഇങ്ങനത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലെല്ലാം പോയിക്കാൻ എന്തെങ്കിലും വെറുതെ മേടിക്കും. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ടപ്പേന്ന് കുറച്ച് ഉണ്ടാക്കി തിന്നാൻ പറ്റുന്ന സാധനങ്ങളും പൗഡറും ഇങ്ങനത്തെ എല്ലാം ഓഫറിലെല്ലാം കണ്ടപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി. അങ്ങനെ നമ്മളിത് ബില്ലപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. 1-2 ആൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബില്ലാക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്, വെറുതെ ഞാൻ എടുത്തപ്പോൾ ഒന്ന് ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇഷ്ടമാവുന്നവർ പറയാം കേട്ടോ. അപ്പം അതും ബില്ലൊക്കെ ചെയ്തു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നടക്കുമ്പോൾ വെറുതെ ഒരു ഷോപ്പിൽ കയറി. ഒരു ഷോപ്പും ഉണ്ട് അവിടെ. കുറേ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാവുമല്ലോ സിറ്റി സെൻറ്ററിൽ. അങ്ങനെ അവിടെ ഒരു ഷോപ്പ് കണ്ടു. കുട്ടികളുടെയും വലിയ ജെൻസിൻ്റെയും എല്ലാവരെയും ഒന്നിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒന്ന് കയറി. കുട്ടികൾക്ക് ഇന്നർ വെയേഴ്സ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് ഇന്നർ വെയേഴ്സ് വാങ്ങി. പിന്നെ ഞാൻ കുറച്ച് ടോപ്പെല്ലാം വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി, എടുത്തിട്ടൊന്നുമില്ല. അത് പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സിറ്റി സെൻറ്ററിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ സൈഡിലിങ്ങനെ ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട്. നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഫ്രൂട്ട്സിൻ്റെ കടയിൽ കയറി കുറച്ച് സ്ട്രോബെറിയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പം ഒരു 1:30 മണി 2 മണിയെല്ലാം ആനായിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ചോറുന്ന സമയത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ വന്നത്. കുട്ടികളെ സ്കൂളിൽ അയച്ച് ചോറെല്ലാം ഉണ്ടാക്കി വെറുതെ ഇരിക്കുന്ന സമയത്തേക്കും പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വ്ളോഗ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.